സമാജ്വാദി പാർട്ടിയോടുള്ള ഒടുങ്ങാത്ത ദേഷ്യം അതിതീവ്രമായി തന്നെ BJPക്ക് സമാജ്വാദി പാർട്ടിക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്താനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാൻ കൂടുതൽ ശ്രമിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, യോഗി ആദിത്യനാഥ് രണ്ടാം തവണയും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയത് മായാവതിയുടെ കൂടി അനുഗ്രഹാശിസ്സോടു കൂടിയാണ്. മായാവതിയുടെ പാർട്ടി എൻ ബ്ലോക്കായി BJPക്ക് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ BJPയെ പിന്തുണച്ചത് ആണ് കാരണമെന്ന് സമാജ്വാദി പാർട്ടി ആദ്യം വെളിപ്പെടുത്തിയപ്പോൾ പലരും അതിനെതിരെ നെറ്റിച്ചുളിച്ചു. എന്നാൽ വോട്ടിന്റെ കണക്കനുസരിച്ച് തന്നെ ഓരോ സ്ഥലത്തെയും വോട്ടുകൾ കൃത്യമായി പരിശോധിച്ചപ്പോഴാണ് ആ നഗ്നമായ സത്യം പുറത്തു വന്നത്. മായാവതിയുടെ എല്ലാ രീതിയിലുള്ള ശക്തി സ്രോതസ്സുകളും ഉപയോഗിച്ച് BJP ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, അവരുടെ ഏക MLA രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതും നിരന്തരമായി നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ BJPയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അതിശക്തമായി തന്നെ മോദി സ്തുതി പറയുന്നതും ഒക്കെ ഏതൊരു വ്യക്തിക്കും കേട്ടാൽ അറിയാം അവർ എങ്ങോട്ടുള്ള ചാഞ്ചാട്ടത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BSPയെ എന്തുകൊണ്ട് BJPയിലേക്ക് ലയിപ്പിച്ചുകൂടാ എന്ന അഖിലേഷിന്റെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. BSP കളിക്കുന്ന ചില കളികൾ സമാജ്വാദി പാർട്ടിയിലെ MLAമാരെ വരെ ചാക്കിട്ട് പിടിക്കാൻ BSPയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തി വരുന്നതെന്നുള്ളത് വ്യക്തമാണ്. സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള അഖിലേഷ് യാദവിനെയും ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ, അതായത് സമാജ്വാദി പാർട്ടിക്ക് കിട്ടുന്ന ഒരു വലിയ മുന്നേറ്റം അത് ശിവപാൽ യാദവിന് എപ്പോഴും ഗുണവത്തായി മാറിയിട്ടുണ്ട്. ശിവപാൽ യാദവിനെയും ഒക്കെ പിടിച്ചുലയ്ക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ BJP നടത്തുമ്പോൾ ശിവപാൽ യാദവ് ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്: കോൺഗ്രസ് കൂടി സമാജ്വാദി പാർട്ടിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പൊരുതേണ്ട സമയം ആഗമിച്ചിരിക്കുന്നു. ഇനി ഒന്നും നോക്കണ്ട, എല്ലാ രീതിയിലും വർഗീയതയ്ക്കെതിരെ BSPക്കെതിരെയും BJPക്കെതിരെയും ഒരേ സ്വരത്തിൽ തന്നെ കടുപ്പിച്ച് തന്നെ മുന്നേറുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ശ്രമം എന്നുള്ളത് ശിവപാൽ യാദവ് വ്യക്തമാക്കിയിരിക്കുന്നു.